ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വുഡ് വെട്ടി തുടങ്ങാം. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് വുഡ് വെട്ടാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിട്ട് ബാക്കി പണിയൊക്കെ നോക്കാം. ഗൈസ് നൈറ്റ് ആവുന്നുണ്ട്. ഇത്ര വുഡ് തന്നെ മതി. പിന്നെ നമുക്ക് കുറച്ച് ഫുഡൊക്കെ വേണം. ആദ്യം ഈ കിട്ടിയ വുഡ് കൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഫുഡൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം ഓ ഗൈസ് വില്ലേജ്. എടാ മോനെ, നല്ല സീഡാണല്ലോ ഞാൻ എടുത്തേ ഗൈസ്. ഗസ്റ്റ് അടിച്ച് സീഡ് കൊടുത്തപ്പോൾ ഒരു വില്ലേജ് ഗൈസ്. ഓ സീൻ വില്ലേജ് കിട്ടാൻ ഒടുക്കത്തെ പ്രോഗ്രസ് ആണ് ഗൈസ്. പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രോഗ്രസ്. നമുക്ക് ഇവിടെ ഒരു ബെഡ് എടുക്കാം. ഈ വില്ലേജസിനൊക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ റൂയിൻ പോർട്ടൽ. എടാ മോനെ അടിച്ച് കയറി വാ. ഇവന്മാർ നമുക്ക് വേണ്ടി വീറ്റൊക്കെ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എടുത്തോളാം. നിനക്ക് പിന്നെ നോക്കിക്കോളാട്ടാ. ഗൈസ് ആദ്യം റൂയിൻ പോർട്ടലിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇവിടെ എന്ത് കോപ്പാണ്, ചാടിയിട്ടും കിട്ടുന്നില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോകണില്ല. ഓക്കെ, കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ബ്ലാക്ക് സ്മിത്ത് ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെസ്റ്റ് കാണുന്നു. പക്ഷേ അവന്മാരെന്തൊരു കൂടെ വീടാണ് കിട്ടിയത്. കുഴപ്പമില്ല ഒരു വില്ലേജ്. എന്നാലും ബ്ലാക്ക് സ്മിത്ത് ഇല്ല. എനിക്കത് വിഷമമായി. കുഴപ്പമില്ല. ഓ ഗൈസ് ഇതിൻ്റെ ഉള്ളൊരു ഇതുണ്ട്. ഈ ചെസ്റ്റിനുള്ളൊരു കുറേ കൂടെ സംഭവങ്ങളായിരിക്കും. കുഴപ്പമില്ല. കോമ്പസ് കിട്ടി. പിന്നെ കുറേ ബ്രെഡ് നമുക്ക് തിന്നാൻ യൂസ് ആവും. ഈ വീട്ടിൻ്റെ ഉള്ളിൽ കാണും കുറച്ച് ഒരു ചെസ്റ്റ്. പൊട്ടാറ്റോ, ബ്രെഡ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ റൂയിൻ പോർട്ടിലേക്ക് പോവാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് നമുക്ക് വില്ലേജ് റൂയിൻ പോർട്ടിലൊക്കെ കിട്ടുന്നത്. മൂഞ്ചില്ല. അപ്പോൾ ഇതാ റൂയിൻ പോർട്ടിന് എന്തെങ്കിലുമൊക്കെ ടൂൾസ് കിട്ടും ഗൈസ്. നമുക്ക് ഗോൾഡൻ ആപ്പിൾ. മോനെ ഇപ്പൊ ചത്തേനെ. ഇതെന്താ? ഇത് മറ്റേ ക്ലോക്ക്. ഗോൾഡൻ ക്യാരറ്റ്, 2 ഫ്ലിൻറ്റ്. എന്തിനാണ് ഗൈസ് നമുക്ക് 2 ഫ്ലിൻറ്റ്? ആവശ്യം വരുമായിരിക്കും. ചുമ്മാ ലാഭ എങ്ങാനുണ്ട് ഈ മൂഞ്ചി. കുറെ ഒബ്സിഡി ഉണ്ടല്ലോ. ഓ ഗൈസ് ബ്ലാക്ക് സ്മിത്ത് ഞാൻ കണ്ടില്ല ഗൈസ്. അത് ഞാൻ പൊട്ടക്കണ്ണനാണ്. ശേ, ഞാൻ അതിൽ തൊട്ടടുത്ത് ഞാൻ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്തേക്ക് പോവാം. ബ്ലാക്ക് സ്മിത്ത്, ഐ ആം കമ്മിങ്. ഞാൻ ഇവിടെ കൂടെയൊക്കെ വന്നതാണല്ലോ. പക്ഷെ എന്നിട്ട് ഞാൻ ഇതൊന്നും കണ്ടില്ല. ഓ ഇവിടെ ഡയമണ്ട്, 6 ഡയമണ്ട്. എടാ മോനെ, ഫസ്റ്റ് ടൈമാണ് കഴിയത് എനിക്കൊരു സൈഡിൽ 6 ഡയമണ്ടൊക്കെ കിട്ടുന്നത് ഒരു വില്ലേജിൽ നിന്ന്. എടാ മോനെ, പിന്നെ ഗൈസ് ഞാനിത് മൾട്ടിപ്ലെയർ ആണ് കളിക്കണത്. അതുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ അവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഗൈസ് AD ഗെയിമർ YT ജോയിൻ്റ്. ഇങ്ങോട്ട് വാട്ടാ. കോർഡിനേറ്റ് പറയണ 204 പിന്നെ 824. സോറിയുടെ കൈ തെറ്റായത്. അത്
ആ ഇവിടെ കൊട്ടിക്കോ. ഈ കോർഡിനേറ്റിക്ക് വന്നാ വില്ലേജ് ഉണ്ടാവും. വാ. പിന്നെ ഓളെ 6 ഡയമണ്ട് കിട്ടി. ഞാൻ കയറത്തെ ടൈം എടുത്തേ. ആ പിക്കാക്സ് ഉണ്ടാക്കണം മുമ്പ് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാ. എല്ലാവരും വുഡൻ പിക്കാക്സ് ഉണ്ടായിട്ടാണ് തുടങ്ങുക. ഞാൻ മാത്രം ഡയമണ്ടാ. ഞാൻ വല്ലാത്ത വൈബാ, വല്ലാത്ത ജാതി കണ്ടാ. അടിച്ചു കയറുവാ. ഇതൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ? കായപ്പ് ട്രാപ്പ് ചെയ്യാം നമുക്ക് പിന്നെ, ഇപ്പോഴല്ല. നൈറ്റ് ആവുമ്പോൾ ഒരു ബെഡ് എടുത്തോ. നമുക്ക് ഇവിടെ തന്നെ ടെമ്പററി ആയിട്ടൊരു ഇത് തുടങ്ങാം. ഗൈസ് മൈനിങ് ഏരിയ. ജസ്റ്റ് നമുക്ക് സ്റ്റോണിന് വേണ്ടിയിട്ട്. ശവനൊന്നും കിട്ടിയില്ല ഗൈസ്. ബ്രെയിൻ ഓഫ് ഡേർട്ടൊന്നും കൈ കൊണ്ട് അടിച്ചിട്ട് പൊട്ടണില്ല. എന്താണ് ഞാൻ ഒന്നും പറയാത്തേ? എന്നെ കണ്ടാ? പിന്നെ അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യം കേട്ടാ. ഞാൻ എടുത്ത് എന്നാണ് വൈകി വന്നാലുള്ള പ്രശ്നം. എനിക്ക് അച്ചീവ്മെന്റ് കിട്ടിയില്ല. ഇങ്ങനെ ഓഫാ കിട്ടിക്കാൻ തോന്നുന്നു. അച്ചീവ്മെന്റ് അല്ലേ ഇത്? റെസ്പീഡ അയൻകോളം ഉണ്ടോ അവിടെ? ഞാൻ കൊന്നിട്ടില്ല അതിനെ. ഏയ് എനിക്ക് പേര് കണ്ട്. സെറ്റ് കണ്ട കൊന്നോട്ടാ. ബുദ്ധിയോടെ കൊല്ലേ, അല്ലെങ്കിൽ റീസ്പോൺ സെറ്റ് ചെയ്ത് കൊല്ലേ. ഞാനപ്പോ കൊല്ലാം. ഞാൻ പ്രോയാണ്. പിന്നെ എവിടെ എന്നാ കണ്ട് സ്റ്റോപ്പ്. ഡയമണ്ട് ഇത് സോഡ് എങ്ങനെയുണ്ട്? അത് ഞാൻ ഡയമണ്ടിൽ ഗ്രേ കളർ അടിച്ച. നീ എന്നെ വിറ്റ അവനെ ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും ഒക്കെ കാണും. നോക്കാം നമ്മുടെ ചേട്ടൻ്റെ എന്ത് മാങ്ങാണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ കൊല്ലും. പെട്ടെന്ന് അടിക്കാതെ നൈറ്റ് ആവണ്. ഇപ്പൊ ഞാൻ സൈഡിൽ നിന്ന് അടിച്ചാലോ? എനിക്കും പറ്റും. കിട്ടി. അയ്യേ 3 നീ കൊന്നോണ്ടായിരിക്കും. എനിക്ക് മിനിമം 4 കിട്ടുന്നതാണ്. കിടക്കാറായ ബെഡ് കഴിക്കുന്നുണ്ട്. എൻ്റെ സെറ്റ് ചെയ്താ ഇവന്മാരെയൊക്കെ പെട്ടെന്ന് കിടന്ന് നൈറ്റ് ആവും. പിന്നെ നമുക്ക് ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കാനുള്ളത് അല്ലേ? ഇതൊക്കെ നിന്റെ പണി. ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണണം. ഹെൽമെറ്റ് നമുക്കുണ്ട്. ഈ ലെതറൊക്കെ ആവശ്യം വരും ഗൈസ്. നമ്മളിപ്പോൾ എൻചാൻറ്റിക് ടേബിളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ലെതർ ആവശ്യം വരും. കോൾഡ് ഡ്രിങ്ക് ഓ വല്ലാത്ത ബുദ്ധിയായി പോയി. ഐ ലൈക്ക് ഇറ്റ്. മരുന്ന് ട്രാപ്പ് ചെയ്യാൻ വയ്യ. ഞാൻ കുറച്ച് മടിയനാ. നമുക്ക് ബേസിക് ടൂൾസ് ഉണ്ടാക്കാം. എൻ്റെ സോഡ് എടുത്തോണ്ട് പോയില്ല പണി. എൻ്റെ സ്റ്റോൺ കഴിഞ്ഞു. ഇതൊക്കെ മെസ്സേജൊക്കെ വരുന്നു എനിക്ക്. നമുക്ക് മെസ്സേജൊക്കെ അയക്കാൻ ആൾക്കാരുണ്ട്. അതെന്നെ ഷീൽഡ് വെറൈറ്റി വീടാ. അതൊക്കെ നമ്മൾ കയറി തന്നെ. നമ്മൾ കയറിയ വീടൊക്കെ തന്നെ അത്. നമ്മൾ എടാ അതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. കൂടെ സെക്കൻഡ് ഫ്ലോർ. ഇവിടെ ഞാൻ ഗസ് അടിച്ച സീഡാടാ. അതെന്താ? മറ്റേ സാധനം ഏൻഷ്യൻ സിറ്റി അങ്ങനെ മേക്കപ്പേ.
പിന്നെ ബ്ലാക്ക് സ്മിത്ത് 6 ഡയമണ്ട് കിട്ടി ആദ്യമായിട്ട്. ഗസ് അടിച്ച് കൊടുത്ത സീഡിന് 6 ഡയമണ്ട് കിട്ടി. എടാ ഓള അടിക്കലടാ. ഫുഡ് ഉണ്ട്, എന്നാ പകുതി കിട്ടി തരാം, എടുത്തോണ്ട് പോ. എവിടെ ആ കിട്ടിയില്ല. 5 എൻ്റെ ഇല്ല. ഞാൻ ഹേവിയൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. ഹേവിയൽ ഇല്ലാത്ത നഗരമാണെന്ന് തോന്നുന്നു. എന്നാ ഈ ഷീൽഡ് എടുത്തോ. എനിക്ക് കിട്ടിയില്ല എന്ന് പറയരുത്. വാ വാ എടുത്താ. പക്ഷേ ഇതൊന്നും മറ്റേ ടൈപ്പ് ആവാത്തേ. കോപ്പ് വലിച്ച് കിട്ടി. എനിക്കുണ്ട് കേട്ടാ. പോടാ, ഞാൻ അയൺ മൈനിങ്ങിന് പോലും പോയില്ല. ഞാൻ മൈനിങ്ങിന് കൊണ്ടേ അയൺ കിട്ടിയേ. എന്താ അങ്ങനെ ഡോക്ക്, എന്താ അങ്ങനെ ഡോക്ക്. ഉമ്മാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോടാ. എനിക്ക് ഉമ്മാരുടെ വീട്ടിൽ നിന്ന് കുറച്ച് വുഡ് എടുത്തിട്ടേ വേണ്ടതൊക്കെ ഉണ്ടാക്കും. ഇവിടെ എവിടെന്നെങ്കിലും കോൾ കിട്ടിയാൽ നമുക്ക് മൈനിങ്ങിന് പോവാം. കോൾ കിട്ടിയോ നോക്കാം, മൈനിങ്ങിന് പോണേ. അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇതേപോലത്തെ കുറേ ഗെയിം കളിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഒടുക്കാത്ത ആർമറല്ലേ, അക്വ ഇൻഫിനിറ്റി ഒക്കെ അല്ലേ ഇതില്. എവിടെ ഇനി വലിപ്പിച്ച് ഇവന്മാരെയൊക്കെ ഒന്ന് നശിപ്പിച്ചിട്ട് വരാം. പോലെ പോലെ ഓക്കെ, ഇനി ഇവന്മാരെയൊക്കെ നശിപ്പിക്കാം. ചാവളം ചാവളം അവിടെ ഇവിടെ ചാടിപ്പോയി. ചാവളം ചത്തു. നീ നീ നീയും പോയി. ഓക്കെ, നീ അല്ലടാ ചാടിപ്പോയോടുന്ന്. ചാടിപ്പോയ ഒരുത്തം പോലും ജീവനോടെ ഇരിക്കരുത്. നീ എങ്ങാനും പോയിട്ട് പോലീസിനോട് പറഞ്ഞിട്ട് വേണം ഞാൻ വലിച്ചു കിടക്കാൻ. ഇവിടെ ഇതൊക്കെ എടുത്തോട്ടെ, വീറ്റ്. ഞാൻ ഇവിടെ വീറ്റൊക്കെ എടുക്കുകയാണ്. നല്ല വലിയ വില്ലേജ്. എന്തായാലും ഇപ്പൊ എന്താ എടുത്തോ ചെക്കനെ വലി. പിന്നെ നിന്റെ കൂടെ അല്ലേ ബ്രീഡ് ആവണേ. അപ്പൊ നിങ്ങൾ ഗേസാ. ആ വില്ലേജറെ നിനക്ക് എന്നെ പറ്റി അറിയോ? നിനക്ക് എന്നെ പറ്റി അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കണേ. എപ്പിക് ഗെയിമർ, എപ്പിക് ഗെയിമിംഗ് വേൾഡ് എന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുത്തവരറിയും. എനിക്കറിയാത്തേ ഉള്ളൂ ചള്ളിച്ചക്ക. ഇപ്പൊ എന്നാ നിന്റെ ഫോൺ എടുത്ത് നോക്ക് കേട്ടാ. ഇത് ഫോണില്ലാന്നാ വീരവാദം ഉള്ളവരും എന്നെ പറഞ്ഞേ. അതിനോട് കൊച്ചുകുട്ടി ഇല്ലല്ലോ. എന്താ ഞാൻ കാണിച്ചു തരാട്ടാ. ഇപ്പൊ ആരോട് ചോദിക്കും? ഈ പശുവിനോട് ചോദിക്കും. അങ്ങോട്ടേക്കും പോ. പശു എൻ്റെ ചാനലിന്റെ പേര് പറഞ്ഞേ. എപ്പിക് ഗെയിമിംഗ് വേൾഡ്. ആടാ പശു വരെ പറഞ്ഞു. ഒടുക്കത്തെ സ്പോണിങ് പോയിന്റ് നിന്നെ കണ്ടും. വായന്നെ അപ്പോൾ ഇനി റെഗുലർലി വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മുടെ ചേട്ടൻ ചിലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ, കാരണം നമ്മുടെ ചേട്ടൻ ഒടുക്കാത്ത പഠിപ്പിയാണ് ഗൈസ്. അപ്പോൾ ഇടയ്ക്കൊക്കെ കാണുള്ളൂ. പക്ഷെ ഞാനെപ്പോഴും ഉണ്ടാവും, നമുക്ക് കുറേ പഠിക്കാണെന്നില്ലേ. അപ്പോൾ ഗൈസ് എൻ്റെ ചേട്ടൻ ഇടയ്ക്കൊക്കെ കാണുള്ളൂ. നിങ്ങളെ വീടിനും വായി നോക്കാണ്ട് പോയി പണിയടാ. എടാ നീ ആടാ അത് ഞാനും കണ്ട്. ഞാനതിനെ കയറി മേഞ്ഞൊന്നുമില്ല കേട്ടാ, അങ്ങനെ പറയരുത്. അക്വ ഇൻഫിനിറ്റി ഒന്നുമില്ല എനിക്ക്.
അവിടെ എങ്ങനെയാ വുഡ് വന്നേ? ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. എവിടെ വുഡ്? നോക്കി, നേരെ നോക്കി, അവിടെ എങ്ങനെ 2 വുഡ് വന്നേ? നീ വെച്ചാണ്? അല്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ശരിയാണല്ലോ, ഇതങ്ങനെ വന്നിവിടെ. ആ, നീയാണ് ഞാൻ ഡ്രൗൺ ആയിരിക്കുന്നത്. വന്ന എന്തായാലും എന്തോ എന്തോ വെച്ചടിച്ച് വന്നാന്ന് തോന്നുന്നു. എന്തായാലും സംഭവം എന്തായാലും ഞാൻ എടാ അടിക്ക് വരാൻ പറ്റും. ഡാമേജ് അടിക്കണേ മാറിക്കളാ. എടാ നീ ബ്ലോക്ക് വെച്ച് എന്നെ പോലെ നിന്നേ. അപ്പൊ നിനക്ക് ചെയ്യും. ഓ, നീ നൂബാണല്ലേ. ഇവിടെ കുറെ കോളൊക്കെ ഉണ്ടാവും. ഇവിടെ അക്കൗണ്ട് ഇൻഫിനിറ്റി ഇല്ലാണ്ട് ഇവിടെയൊക്കെ മൈൻഡ് ചെയ്താൽ മൂഞ്ച് വലിച്ച് കിടക്കും. പെട്ടെന്ന് തൂക്കിക്കോ. അവിടെ യുവമാരെ പൂട്ടണവന്മാരെയൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ മറ്റേമാര് സോംബി കയറും. പിന്നെ നമ്മൾ പിന്നെ കിടക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ എന്തോ ഓരോ ഓട്ടകള്. അത് നീയാ? എന്തുകൊണ്ട് പാർക്കോർ? അതൊക്കെ ഞാൻ നോക്കിക്കോ. നിനക്ക് ബ്ലോക്ക് MLG ആണ് അറിയോ? അതാരും കണ്ടില്ല. ഞാൻ അടുത്ത കാണിച്ചു തരാം. എന്നെ നോക്ക്. കണ്ടാ ചളിച്ചക്ക. നിന്നെ പോലെ അല്ല ഞാൻ. എടാ നീ PvP കളിക്കണ അമ്മേ. ഞാൻ PvP കൊടുക്കുന്ന പ്രോയാ. കണ്ടാ തെറിപ്പിക്കുന്നൊക്കെ പറഞ്ഞ തെറിപ്പിച്ചിരിക്കും. നല്ല PvP നമ്മയോട് നീ ഒന്നും കളിക്കാൻ പറ്റരുത്. അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റ് ഇട്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ റൈഡ്. അവിടെ ഗോൾഡ് മൈൻ ചെയ്യണമെങ്കിൽ അയൺ പിക്കാക്സ് വേണം. വേണ്ടി വരില്ലേ? അറിഞ്ഞില്ല, സോറി. എവിടെ എന്റെ പേര് കാണുന്നില്ല. അയൺ ആവാണ്ട് ബേസ് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോണ. ഞാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചോട്ടെ. സ്പോണിന്റെ അവിടെ എന്നെ കണ്ട ഇനി എവിടെയാടേ? കിട്ടി. അവിടെ എന്റെ ആയിരുന്നു കേട്ടോ. അവിടെ അല്ല സ്പോണ്. ആണോ? അപ്പുറത്താ. അതെന്താ അങ്ങനെ നോക്ക്. ഗെയിമിന്ന് പോണാ? ഇവിടെ എന്തൊക്കെ ഇതുകള് സ്റ്റോണിന്റെ പോലെ. എനിക്കൊണ്ട് മോജാങ്കി ഇത് വെക്കാൻ മറന്നാന്ന് തോന്നുന്നു. നൈറ്റ് കിടക്കട്ടെ. അല്ല, എന്റെ വില്ലേജസ് അങ്ങനെ കാഞ്ഞു പോയ ആരും ഉത്തരവാദിത്വം പറയും. പാവം പ്ലാൻ. എനിക്കിപ്പോഴും ഉണ്ടല്ലോ 3 ബ്രെഡ്. ഓട്ടക്കാരനല്ല, എൻ്റെ കൂടെ PvP കളിച്ച് ഹാർട്ടും കുറച്ച് ഇതാണ്. ഇനി പ്രോകളുടെ കൂടെ കളിക്കാൻ പേരുണ്ട്. അതെൻ്റെ ഫിസിക്കലി. ടാറ്റാ. പക്ഷെ നമുക്ക് ഇവൻ പോയോടെ ട്രാപ്പ് സെറ്റ് ആക്കി വെച്ചാലാ? എനിക്ക് തോന്നുന്നു നല്ലടിയാ. ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നത്. അയ്യോ, ബ്ലോക്ക് തീർന്നു. വേണ്ട, സഫോക്കേഷൻ ചിലപ്പോൾ മരിക്കും. ഞാൻ ഒന്നും ചെയ്യണില്ല. പക്ഷെ നമ്മുടെ ഇടയ്ക്കൊക്കെ വന്ന് പോവും. അത് നമ്മുടെ കാര്യമൊക്കെ ഉണ്ടാവില്ല. സൈഡിൽ കൂടെ അവൻ്റെ കളിയും പോയിക്കോളും. അപ്പം അവൻ്റെ ബേസ് അവിടെയാണെങ്കിൽ എൻ്റെ ബേസ് ഇവിടെ സെറ്റ് ചെയ്താലോ? എങ്ങനെയാണോ നോക്കിയത്? ഇവിടെ ഈ സ്ഥലം. നിങ്ങളെന്ത് പറയണേ? നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേ എവിടെ ബേസ് വേണമെന്ന്. ഇവിടെ വേണോ അതോ അവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഇത് ഇവിടെ വേണോ? അവിടെ കണ്ട ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അത് അവിടെ വേണോ? വില്ലേജിൻ്റെ തൊട്ട് ഇവിടെ ആയിട്ട്
പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്ര വീഡിയോ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ നാളെ ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.